വയനാട് ഇരുളത്താണ്. നമുക്ക് കാണാം ഈ വശത്ത് കാണുന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. കാരണം ഓപ്പൺ എയറിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പൂക്കളം 25,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ പൂക്കളം ഇട്ടിരിക്കുന്നത്. വർണ്ണ ഡിസൈൻസ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഓണം ഈ ഇരുളത്താണ് ഓണം എന്ന് എഴുതിയിട്ട് കാണാം. അവിടെ ഒരു ആനയുടെ ചിത്രമുണ്ട്. അത് മുൻപ് ഇരുളത്തുണ്ടായിരുന്ന ഇപ്പോൾ ചരിഞ്ഞ മണിയൻ ആന ആണ്. അതുപോലെ അവിടെ കാണുന്നത് മഹാബലിയുടെ ഒരു ചിത്രമാണ്. അങ്ങനെ വലിയ 25,000 സ്ക്വയർ ഫീറ്റിൽ നമ്മുടെ രാജ്യത്തെ ആകെ അഭിമാനമായി മാറുകയാണ് ഇരുളത്തെ ഈ ഒരു പൂക്കളം. മാത്രമല്ല ഒരു അത്ഭുതമായി മാറുകയാണ് ആ പൂക്കളം ഇട്ട അതിന്റെ സംഘാടകരൊക്കെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ചേച്ചി, എങ്ങനെയാണ് ഈ സംഭവം? ഇത് ഒരു അത്ഭുതമായ സംഭവം. ഇത് തീർച്ചയായും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. എൻ്റെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പൂക്കളം കാണുന്നത്. നമ്മൾ വീട്ടിലൊക്കെയാണല്ലോ പൂക്കളിടുക, പക്ഷേ ഇതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. ജിതേഷും അതിനോടനുബന്ധിച്ച് എല്ലാവരും ഇരുളത്ത് ജാതി മത ഭേദമന്യേ അത് എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുപോലെ കൈകോർത്ത് ചെയ്തൊരു സംരംഭമാണ്. ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനമുണ്ട്. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് പോലും നിറയാണ്. കാരണം ഇന്ന് നമ്മുടെ ഇരുളത്ത് തന്നെയാണല്ലോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് ഞങ്ങൾ ഇരുളത്തിൻ്റെ ഒന്നാം സാംസ്കാരികോത്സവം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഞങ്ങളിതിൻ്റെ ഭാരവാഹികൾ മാത്രമാണ്, ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇരുളമാണ് ഇതിൻ്റെ പുറകിൽ. അതായത് ഈ പറഞ്ഞ ഞാനിവരെ വിളിച്ചു നിർത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവരിതിൻ്റെ പ്രതിനിധികളാണ്. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഒരു 8 മണിക്കൂർ വെച്ച് ഇവിടെ ചെലവഴിച്ച് കൈകൊണ്ടും കത്രിക കൊണ്ടും പിച്ചി ചീന്തിയിട്ട പൂക്കൾ. ഇവർ മാത്രമല്ല മറ്റ്, അതായത് കുടുംബശ്രീയുടെ പ്രവർത്തകരായിട്ടും മറ്റുള്ളവരായിട്ടും ഒക്കെ അവരുടെ വീടുകളിലും കോമൺ പോയിന്റ്സിൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പൂക്കൾ അവർ കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആരെയും ഇങ്ങനെ പേരെടുത്ത് പറയാൻ സാധിക്കില്ല. അത്രമാത്രം ഇരുളത്തിന്റെ ഒരു കൈ പതിയാത്ത ഒരു തരി പൂ പോലും അതിലില്ല എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. ഇരുളത്തിന്റെ ഒരു ഉത്സവമായി ഇരുളം ഓണം അങ്ങ് തൂക്കി. ഇരുളങ്കാരെ സംബന്ധിച്ചുകൊണ്ട് 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ 80 വയസ്സുള്ള വല്യച്ഛന്മാർ വരെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അവർക്ക് ഇവിടെ വന്ന് ഈ രാത്രി പറ്റാത്തത് കൊണ്ട് പൂക്കൾ ഞങ്ങൾ വീട്ടിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് അത് വൃത്തിയാക്കി നമുക്കിവിടെ എത്തിച്ചു തന്നു. എത്ര ദിവസത്തെ അധ്വാനാണ് ഇതിന്? അത് പറയാൻ പറ്റില്ല. ഒരു 10-20 ദിവസമായിട്ട് ഇവിടെയുള്ള ആളുകൾ മുഴുവൻ ഇതിനു വേണ്ടി മെനക്കെട്ടു. പിന്നെ ഇന്നലെ രാത്രി പൂക്കളെ ഇട്ടെന്ന് പറഞ്ഞാൽ രാത്രി കൂട് തലയിലിട്ടുകൊണ്ടാണ് ഇന്നലെ രാത്രി മൊത്തം ഈ പൂക്കൾ ഇട്ടത്. മഴ കാരണം ആ മഴയെ അതിജീവിച്ചത് അത് ഇവിടെയുള്ള ചെറിയ മക്കളും വലിയ ആളുകളും ഒരുപോലെ തന്നെയാണ്. എത്ര ദിവസത്തെ പരിപാടിയാണ് നമ്മുടെ ഇരുളത്തെ ഓണാഘോഷം? അത് ഞങ്ങൾ ശരിക്കും 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് 27 അല്ലെങ്കിൽ 28-നാണ് അവസാനിക്കുക. അപ്പോൾ അതിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്, സ്റ്റേജിൻ്റെ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും. ഞങ്ങൾ ഒരു 10-25 ദിവസത്തെ ഒരു അധ്വാനമാണ്. കഠിനാധ്വാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംഘാടകർ ലയൺസ് ക്ലബിൻ്റെയും അതുപോലെ തന്നെ വയനാട് DTPCൻ്റെ ഒക്കെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ്. ഇപ്പം നമുക്കറിയാലോ, വർണ്ണ ഗ്രൂപ്പ് ഓഫ് കമ്പനി നമുക്ക് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5-ാം തീയതി തൊട്ട് തുടങ്ങിയ ഇൻഡോർ ഗെയിംസ് മത്സരങ്ങളൊക്കെ പിന്നെ നമ്മുടെ പല വേദികളിലായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. അതൊക്കെ വളരെ വിജയകരമായിട്ട് തന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഈ വരുന്ന 27-ാം തീയതി രാവിലെ മുതൽ ഒരുപാട് മത്സരങ്ങളും കലാപരിപാടികളും ഒക്കെ കൂടെ കോർത്തിണക്കൊണ്ട് സമാപനം ഒരു ഗംഭീര അവിട്ടനാളിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് മെഗാ തിരുവാതിര. ഏകദേശം 200 പേരോളം പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര, അതുപോലെ തന്നെ കൈകൊട്ടിക്കളി, വൈകുന്നേരം കോഴിക്കോട് സ്റ്റാർ വോയിസ് അവതരിപ്പിക്കുന്ന ഗാനമേളയോടുകൂടി പരിപാടി തീരുകയാണ്. അത് ഒരു 25 ദിവസത്തിലധികമായിട്ട് ജിതേഷിൻ്റെ ഒക്കെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ചില്ലറ കഷ്ടപ്പാട്, നല്ലോണം കഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നലെ ഞാൻ തൊട്ട് അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാറി. ജിതേഷൊക്കെ വളരെ കഷ്ടപ്പെട്ട ആളുകളാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇരുളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും നല്ലൊരു സംഭവം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ അടുത്ത വർഷം വീണ്ടും ഉണ്ടാകാൻ ശ്രമിക്കുന്നു. അത് തന്നെയാണ് വയനാട് ജില്ലയിലെ ഒരു ഉൾപ്രദേശത്തെ ഒരു ഇരുളം എന്ന ഗ്രാമമാണ് ഇത്തരത്തിൽ വലിയൊരു ഓണാഘോഷം നടത്തിയിരിക്കുന്ന. ഓണം തൂക്കി എന്ന് തന്നെ, ഇരുളം ഓണം തൂക്കി എന്ന് തന്നെ പറയേണ്ടി. കാരണം അത്രയും വലിയ ആഘോഷം, ഒരു 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ആഘോഷം. 27-ാം തീയതിയാണ് ഈ ആഘോഷം സമാപിക്കുന്നത്. നമുക്കിവിടെ ധാരാളം പേർ ഈ പരിപാടി, ഈ പൂക്കളം ഇട്ടത് കാണാൻ വേണ്ടി നിരവധി പേർ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് സാധിക്കുന്നുണ്ട്. എന്താണ് അവരോടുള്ള ഒരു അഭിപ്രായം? ചേച്ചി, പൂക്കളം കണ്ടോ? ഇങ്ങനെ കുഴപ്പമില്ല, തിരക്കേടില്ല, നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. നടന്നിട്ടില്ല, കൊണ്ട് ഒരു അത്ഭുതം തന്നെ. ഇരുളത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നു, ഭയങ്കര സന്തോഷം.
ഓക്കെ, അത് തന്നെയാണ്. അതായത് കാണാൻ വരുന്നവർക്കും വലിയ രീതിയിൽ തന്നെ സന്തോഷമാണ്. കാരണം അവരുടെ നാട് അറിയപ്പെടുന്നു, പുറലോകത്തേക്ക് അറിയപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ക്യാമറ പേഴ്സൺ ജിഷ്ണു മിനങ്ങാടിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, വയനാട്.